ഞാൻ യെച്ചൂരിയെ 84 മുതൽ എനിക്കറിയാം. ഈ ഓഫീസിൽ തന്നെ പല പ്രാവശ്യം ഞാൻ വന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്വ പ്രസ്ഥാനങ്ങളെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്നതിൽ വലിയ പങ്കാളിത്തമാണ് യെച്ചൂരിക്ക്. മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏത് ക്രൈസിസ് വന്നാലും ആ ക്രൈസിസിൽ എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവ് വളരെ വലുതാണ്. എൻ്റെ മനസ്സിലുള്ള 2 സംഭവങ്ങളിൽ ഒന്ന്, ഭക്ഷ്യസുരക്ഷാ നിയമം വരുമ്പോൾ അന്ന് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ യൂണിവേഴ്സൽ റേഷനിങ്ങാണ്. അന്ന് ചർച്ചയ്ക്ക് വരുന്ന വൃന്ദാക്കാരായിട്ടാണ്. അതിലൊരു വിട്ടുവീഴ്ചയും പറ്റില്ല, അങ്ങനെ യുണാനിമസായിട്ട് പാസ്സാക്കാൻ പറ്റില്ല നിലപാടെടുത്തപ്പോൾ ഞാനും അന്നത്തെ AIC ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ കൂടി ഇവിടെയാണ് വന്ന് യെച്ചൂരിയെ കണ്ടു, കാരാട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞു. 100% കൊടുക്കണം എന്നതിൽ തർക്കമൊന്നുമില്ല, പക്ഷേ നമുക്ക് സാമ്പത്തിക ബാധ്യത കൂടുതലാണ്, പ്രായോഗികമായി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങിയത് യെച്ചൂരിയാണ്. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് ആദ്യം പ്രസംഗിക്കുന്നത് സോണിയാഗാന്ധി. അവർക്കന്ന് നല്ല പനിയാണ്, പ്രസംഗിച്ച് തിരിച്ച് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അന്ന് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അഹമ്മദ് പട്ടേലും യെച്ചൂരിയും കൂടി ഇറങ്ങി. ഇങ്ങനെ ലോക്സഭയിലും പിറ്റേ ദിവസം രാജ്യസഭയിലും 16 മണിക്കൂർ നടന്ന ചർച്ച ഭംഗിയായി തീർക്കാനുള്ളതിന് മുൻകൈ എടുത്തവരാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു സൊല്യൂഷൻ, ഫ്രണ്ട്ലി സൊല്യൂഷൻ. പിന്നെ ഒരു അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ കൊച്ചി വരുമ്പോൾ പലപ്പോഴും കുമ്പളങ്ങിയിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും യെച്ചൂരി എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് GK മൂപ്പനാടാണ്. ഡൽഹി കണ്ടിട്ടുണ്ട്. ഞാൻ ബന്ധപ്പെട്ട GK മൂപ്പനാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂപ്പനാടെ കഴിവ് വളരെ വലുതായിരുന്നു. ഏതായാലും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതേതരത്വ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റ വലിയ ഒരു ആഘാതമാണ് യെച്ചൂരിയുടെ വേർപാട്. ഈ വ്യക്തിപരമായ സൗഹൃദം ഇപ്പം മാഷിൻ്റെ ഇടതുപക്ഷത്തേക്കുള്ള കാര്യം ഇതൊക്കെ എന്ത് റോളായിരുന്നു? അതിൻ്റെ അകത്തെടുത്തൊരു സമീപനം. അപ്പോൾ എനിക്ക് 2019 സീറ്റ് നിഷേധിക്കപ്പെടുന്നു. ഞാൻ സോണിയാഗാന്ധിയെ കണ്ട് സംസാരിച്ചു. യെച്ചൂരി പറഞ്ഞു മാഷൊന്ന് കാണണം. എന്നോട് പറഞ്ഞത് സീരിയസ് രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്കതിന് വിഷമമൊന്നുമില്ല, പക്ഷേ എന്നോടൊന്ന് പറയാമായിരുന്നു എന്ന്. അതിനുശേഷം പിന്നീട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുക. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോൺഗ്രസ് വിട്ട് വരാൻ പറ്റത്തില്ല, പക്ഷെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റില്ല. വേറെ പറഞ്ഞാൽ ഒരു കാര്യം പിണറായി വിജയൻ സംസാരിച്ചിട്ട് മാഷ് കേരളത്തിൻ്റെ പ്രതിനിധിയാണ്, കോൺഗ്രസ്സിൽ നിന്ന് വിട്ട് വരണ്ട, അവിടെ നിന്നാൽ മതി. അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും അവസാന നിമിഷം ഞാനിപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചപ്പോൾ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. പിന്നെ ഞാൻ ഡൽഹി വരുമ്പോൾ അന്ന് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ കണ്ടത് അദ്ദേഹം. അപ്പോൾ ഞാൻ വന്നത് പിന്നീട് വാർത്ത വന്നപ്പോൾ ഞാൻ CPMൽ ചേരാൻ വേണ്ടിയാണ് വന്നതെന്നൊരു വാർത്ത വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാർത്ത വന്നു. സാരമില്ല, വാർത്തകളൊക്കെ ഇങ്ങനെ വരും, നമുക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിൽ കുറച്ച് നിൽക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഫെഡറലിസം തകർക്കപ്പെടുന്നുവെന്ന് വരുമ്പോഴാണ് അന്ന് ജനതാദൾ സമരം വെച്ചത്. ആ സമരം ആദ്യം പ്ലാൻ ചെയ്തത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു. പക്ഷെ അവസാനം 7 ദിവസം മുമ്പാണ് CM എന്നെ വിളിച്ചു പറഞ്ഞത് നമ്മൾ നേതൃത്വം കൊടുത്ത് നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് യെച്ചൂരിയെ കണ്ടു. അന്ന് ബേബി ഉണ്ടായിരുന്നു, വിജയരാഘവൻ. ഞങ്ങൾ 7 ദിവസം കൊണ്ട് മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അത് ഓരോ കാര്യം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. ആ സമരത്തിൻ്റെ രാവിലെ ഒന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ കുറേ പ്രായമുള്ള ആളുകളുണ്ട്, ഞങ്ങൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ സ്ഥലമുണ്ട്, ഇതിനെല്ലാം കേരള ഹൗസിൽ പോകണം. ഞാൻ പറഞ്ഞത് ഏർപ്പാട് ചെയ്തു. 7 ടോയ്ലറ്റ്സ് അവിടെ ഉണ്ട്. അതുപോലെ തണുപ്പ് കാലമാണ്, ചായ കിട്ടും, നമ്മൾ ചായ ഉണ്ട്, എല്ലാവർക്കും ഫുഡ് പാക്കറ്റ്, എല്ലാ കാര്യങ്ങളും വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കൂടി പറഞ്ഞു തോമസ് യു ഡൺ ഇറ്റ് വെൽ.